നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. ചില ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഡി ബിനോയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ തുടരുന്നതിനിടെ ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടി തന്നെ സ്വീകരിക്കുമെന്ന്. അതിന്റെ ഭാഗമായാണോ ഇപ്പോൾ ഇത്തരത്തിൽ നിർണായക നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് കേന്ദ്രം? തീർച്ചയായും കേന്ദ്ര സർക്കാർ കടുത്ത തിരുത്തൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലുള്ള 47 ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇതിൽ ചില ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം വലിയ തരത്തിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ചില ഉദ്യോഗസ്ഥർ, അത് നേരത്തെ തന്നെ അന്വേഷണത്തിൽ അതിൻ്റെ ഭാഗമായി ചില ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ തന്നെയും അവർക്കെതിരെ നടപടിയിലേക്ക് കടന്നിരുന്നില്ല. പക്ഷേ ആ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് ഉൾപ്പെടെ എടുക്കാനുള്ള സാധ്യത ഏറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. മാത്രവുമല്ല, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വലിയ തരത്തിലുള്ള അഴിച്ചുപണിയിലേക്ക് പോകാൻ പോകുന്നു. കാരണം ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന കാര്യത്തിലും അത് കൃത്യമായി ഇന്ത്യക്കകത്ത് തന്നെ തയ്യാറാക്കുക, അതിന് എല്ലാം ഉപരിയായി സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുക, ഇങ്ങനെ തുടങ്ങി നിരവധിയായ പരിഷ്കാരങ്ങൾ കൂടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലേക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടി പുറത്തേക്ക് വരുന്നു. എന്തായാലും അവസാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ചിലർക്കെതിരെ നടപടിയും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് നേരത്തെ തന്നെ ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരു വലിയ സമരമോ അല്ലെങ്കിൽ ഡൽഹി കാണാത്ത തരത്തിലുള്ള പ്രക്ഷോഭത്തിനോ ഒന്നും സാക്ഷിയാകേണ്ടി വരില്ലായിരുന്നു എന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പായി തന്നെ പറയാൻ കഴിയും. കാരണം അന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് നടപടിയെടുക്കുന്നതിന് പകരം ചില ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം നടപടിയിലേക്ക് നീങ്ങി. മാത്രവുമല്ല, അന്വേഷണം CBI അന്വേഷണം നടന്നെങ്കിൽ തന്നെയും അതൊരു ഭാഗിക അന്വേഷണം എന്ന് തന്നെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അതിനുശേഷം CJP ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ സമരരംഗത്ത് എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം ആരംഭിച്ചത്. ആ നീക്കം ഇപ്പോൾ ശക്തിപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും 47 ഉദ്യോഗസ്ഥരെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്നും പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു. നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പിലുണ്ടായ വലിയ തരത്തിലുള്ള പാകപ്പിഴയായിരുന്നു, അല്ലെങ്കിൽ തെറ്റാണ് സംഭവിച്ചത്. വലിയ തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചിരുന്നു. ആ ചോർച്ച പുറത്തു വന്നതിന് ശേഷം അന്ന് എടുത്ത കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിൽ ഇപ്പം മാറ്റം വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്തൊക്കെ തന്നെ വലിയ തരത്തിൽ പ്രതിഷേധങ്ങളില്ലായിരുന്നു. പക്ഷേ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നെങ്കിൽ തന്നെയും അതിന് തക്കതായ നടപടി അന്നുണ്ടായില്ല. അന്ന് ചില അന്വേഷണങ്ങൾ, ചില സ്വതന്ത്ര ഏജൻസികളുടെ അന്വേഷണങ്ങളുണ്ടായി. ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കാരണക്കാരായ ആളുകളിലേക്ക് ആ അന്വേഷണം നീങ്ങി, അവരെ പിടികൂടിയെങ്കിൽ തന്നെയും പക്ഷേ ഇതിനൊക്കെ വഴിവെച്ച, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് വഴിവെച്ച ആളുകൾ അപ്പോൾ തന്നെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ വളരെ സുരക്ഷിതരായിരുന്നു. അവരിലേക്ക് അന്ന് അന്വേഷണം വന്നിരുന്നില്ല. ചില ആളുകൾക്ക് ഇതുവരെ പങ്കുണ്ട് എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. ആ ആളുകളിലേക്ക് ഇപ്പോൾ നടപടി എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെയാണ് ഈ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുവാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ ഈ സമീപ സമയങ്ങളിലെടുത്ത ഏറ്റവും വലിയ നിർണായകമായ ഒരു തീരുമാനം, അതിനും ഒരു പ്രക്ഷോഭം വേണ്ടി വന്നിരുന്നു. യുവാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രക്ഷോഭം വേണ്ടി വന്നിരുന്നു. മാത്രവുമല്ല, നീറ്റ് പരീക്ഷയുടെ പേരിൽ പൊലിഞ്ഞുപോയ ജീവനുകൾ, ആ ജീവനുകൾ ഇനി തിരിച്ചു കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ആ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണ് ഇപ്പോഴെങ്കിലും തുറന്നിരിക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ വലിയ തരത്തിലുള്ള ഒരു അഴിച്ചുപണി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അതുമാത്രവുമല്ല, വരുന്ന തിങ്കളാഴ്ച ഈ ചോദ്യപേപ്പറുകൾ ചോർച്ചയുണ്ടായാൽ തന്നെ അതിനെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ തീരുമാനത്തിലേക്ക് കടക്കുന്നു. അതായത് 10 വർഷം വരെ കഠിന തടവും അതല്ലാതെ 10 കോടി രൂപയോളം നഷ്ടപരിഹാരം നൽകേണ്ട തരത്തിലേക്ക് കാര്യങ്ങളെത്തുന്ന വലിയ ശക്തമായൊരു നിയമം കൂടി കേന്ദ്ര സർക്കാർ പ്രാവർത്തികമാക്കാൻ പോകുന്നു. അത്തരത്തിൽ കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ്. അപ്പോഴും ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ശക്തമായി പ്രക്ഷോഭവും ഒരു സ്ഥലത്ത് കൂടി നടക്കുന്നുണ്ട്. എന്തായാലും CJPയുടെ സമരം ശക്തി പ്രാപിക്കുന്നതനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളും, ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെയുള്ള നടപടികൾ, അല്ലെങ്കിൽ ഈ
ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികളൊക്കെ തന്നെ ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. അതിനുള്ള സൂചനകൾ ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുറത്തിറങ്ങിയ പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല സാധാരണഗതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു അദ്ദേഹം ആ വീഡിയോ സന്ദേശത്തിൽ അഭിസംബോധന തുടങ്ങിയത് തന്നെ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ സ്വാഭാവികമായും സാധാരണ അദ്ദേഹം തുടങ്ങാറില്ല. അത് മാത്രവുമല്ല അദ്ദേഹത്തിനും വ്യക്തമായി അറിയാം, കാരണം ഈ സമരം ചെറുതല്ല. ഈ സമരത്തിൻ്റെ പോക്ക് വളരെയധികം പ്രത്യാഘാതങ്ങൾ കേന്ദ്ര സർക്കാരിൽ ഉണ്ടാകുമെന്ന് വ്യക്തമായ സൂചനകൾ പ്രധാനമന്ത്രിക്ക് തന്നെ ഉണ്ടായിരുന്നു, ഒപ്പമുള്ളവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇനി അറിയേണ്ടത് ധർമ്മേന്ദ്ര പ്രധാൻ, അതായത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ്. അദ്ദേഹത്തിൻ്റെ രാജിക്കപ്പുറത്തേക്ക് മറ്റൊരു കാര്യത്തിലേക്കും ഇപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൊണ്ടും ഈ CJP അനുനയിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് CJP സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്കൊക്കെ ചർച്ച നടന്നിരുന്നെങ്കിൽ തന്നെയും അതിൽ പ്രധാന 3 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി, രണ്ടാമത്തേത് മരണമടഞ്ഞ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ഉള്ള സഹായധനം 1 കോടി രൂപ, അതിനും അപ്പുറത്തേക്ക് ഈ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി, അങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അതിനും എല്ലാം ഉപരിയായി ഇപ്പോൾ ഈ സമരം നടത്തിയ കുട്ടികളുണ്ട്, ആ സമരം നടത്തിയ യുവാക്കളുണ്ട്. ആ യുവാക്കൾക്ക് എതിരെ FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട്. അവരെ ആ FIR ഒഴിവാക്കണം. അങ്ങനെ 2 കാര്യങ്ങളിൽ നിന്നും തയ്യാറായി. അതായത് ആദ്യത്തേത് നഷ്ടപരിഹാരം, രണ്ടാമത്തേത് FIR ഇട്ട് കേസെടുക്കൽ. ഇത് രണ്ടും കേന്ദ്ര സർക്കാർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജി എന്നുള്ളതിന് നാളെ ഉച്ചവരെയുള്ള സമയവും ചോദിച്ചിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ കടുത്ത ഒരു നീക്കം വന്നിരിക്കുന്നത്. 47 ഉദ്യോഗസ്ഥരെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു, പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ വരുമ്പോൾ സാധാരണ ഗതിയിൽ ഇത്തരത്തിലൊരു നീക്കം ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കാണുന്ന പതിവില്ല. ഇതൊരു അസാധാരണ നീക്കം, അത് ഒരു പിടിച്ചു നിൽപ്പിന് വേണ്ടിയുള്ള ഒരു നീക്കം, ഒരു ശ്രമം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നു. ഇനി അടുത്ത നടപടി എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നത്. കാരണം ഒരു തലത്തിൽ ഡൽഹിയിൽ മാത്രമല്ല പ്രക്ഷോഭത്തിൻ്റെ അലയൊലികൾ, അതങ്ങ് മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ശക്തമായ പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ പ്രക്ഷോഭം ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ചെറുതായിരിക്കത്തില്ല എന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ നിർണായക ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇത്രയധികം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. എന്തായാലും ആരും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ചില നടപടികൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്രയധികം ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് പിരിച്ചുവിടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. അതൊരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, കാരണം നേരത്തെ മുതൽ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം നേരത്തെയൊക്കെ ചോദ്യപേപ്പർ ചോർന്നിരുന്നപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒന്നും കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഏജന്റുമാരായി പ്രവർത്തിച്ചവർക്കെതിരെയും ഈ ചോദ്യപേപ്പർ ചോർത്തിക്കൊടുത്തവർക്കെതിരെയും ഒക്കെ ആയിരുന്നു അന്ന് നടപടിയെങ്കിൽ. പക്ഷേ ഈ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ചോർത്തിക്കൊടുത്തതുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന് ഇപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ എന്നൊക്കെ ആരോപണം ഉയർന്നിരുന്നെങ്കിൽ തന്നെയും അന്നൊന്നും നടപടി ഉണ്ടായില്ല. പക്ഷേ ഈ നടപടിക്ക് ശക്തമായൊരു പ്രക്ഷോഭം വേണ്ടി വന്നിരുന്നു. അതും പ്രത്യേകിച്ചും ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രക്ഷോഭം തന്നെയാണ് ഇത്തരത്തിൽ ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ കാരണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇനിയും കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിക്കാം. ഇത് ഒരു അപ്രതീക്ഷിതമല്ല. കാരണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ ശേഖരിച്ചു വരുന്നുണ്ടായിരുന്നു. അതിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കിട്ടിയ റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകൾ കൂടി പഠിച്ചതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ 47 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു പക്ഷേ അവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരല്ല, ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പറിൻ്റെ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും ഈ 47 പേരും നമുക്ക് പറയാൻ കഴിയും. ആ 47 പേർക്കെതിരെയാണ് ഇപ്പോൾ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത്.
ശരി, എന്തായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളെ കത്തുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക നടപടി ഉണ്ടായിരിക്കുന്നത്. ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്ന നടപടിയിലേക്കാണ് എന്തായാലും കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ CJPയുടെ പ്രതിഷേധം അല്ലെങ്കിൽ CJPയുടെ നിലപാടിൽ വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാകുമോ എന്നതാണ് ഏറെ നിർണായകം. ഇനി അതാണ് അറിയേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണെന്ന കാര്യത്തിൽ എന്തായാലും ഏറ്റവും വലിയ ഈ ഒരു CJPയുടെ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ നിർണായക നടപടിയാണ് 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടൽ. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.